ബംഗാളിൽ ഒബിസി സർട്ടിഫിക്കറ്റുകൾ നിരോധിച്ച ഹൈക്കോടതി വിധി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാഗതം ചെയ്തു. വോട്ടിനു വേണ്ടിയാണ് മമത സർക്കാർ മുസ്ലിം സമൂഹത്തിന് സർട്ടിഫിക്കറ്റുകൾ നൽകിയത്. ഇന്ത്യ മുന്നണിയുടെ പ്രീണന രാഷ്ട്രീയത്തിനുള്ള തിരിച്ചടിയാണ് വിധിയെന്നും പ്രധാനമന്ത്രി പറയുകയുണ്ടായി. 2010 ശേഷം വിതരണം ചെയ്ത സർട്ടിഫിക്കറ്റുകളാണ് കൊൽക്കത്ത ഹൈക്കോടതി കഴിഞ്ഞ ദിവസം റദ്ദാക്കിയത്. പക്ഷേ മമത സർക്കാർ ഈ ഹൈക്കോടതിയുടെ വിധി അംഗീകരിക്കില്ല എന്നൊരു നിലപാട് എടുത്തിരുന്നതായാലും മമത സർക്കാരിന് മുഖ്യമന്ത്രി മമതാ ബാനർജിക്ക് വലിയ തിരിച്ചടിയാക്കൊണ്ടാണ് കൊൽക്കത്ത ഹൈക്കോടതി 2010 ശേഷം വിതരണം ചെയ്ത ഒബിസി സർട്ടിഫിക്കറ്റുകൾ റദ്ദാക്കിയത്. ആ ഹൈക്കോടതിയുടെ വിധി സ്വാഗതം ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുകയുണ്ടായി. വോട്ടിനു വേണ്ടിയാണ് മമതാ സർക്കാർ മുസ്ലിം സമൂഹത്തിന് സർട്ടിഫിക്കറ്റുകൾ നൽകിയത്. പ്രീണന രാഷ്ട്രീയത്തിനുള്ള തിരിച്ചടിയാണ് ഈ വിധിയെന്നും പ്രധാനമന്ത്രി പറയുകയുണ്ടായി. വിവരങ്ങൾ നൽകാൻ ഗൗതമുണ്ട്. ഗൗതം, ഈ കൊൽക്കത്ത ഹൈക്കോടതി എടുത്ത നിലപാട്, അതിനെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ത് പ്രതികരണമാണ് നടത്തിയത്? ലക്ഷ്മി, പശ്ചിമ ബംഗാൾ സർക്കാരിന് വലിയ തിരിച്ചടിയാകുന്ന വിധിയാണ് ഇന്നലെ വൈകുന്നേരം കൊൽക്കത്ത ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. 2011 തൃണമൂൽ കോൺഗ്രസിന് അധികാരം ലഭിച്ചതിന് ശേഷം 77ഓളം മുസ്ലിം വിഭാഗങ്ങൾക്ക് ഒബിസി സർട്ടിഫിക്കറ്റുകൾ മമതാ ബാനർജി നൽകുകയായിരുന്നു. ഇവരെ ഒബിസിക്കാരായി കണക്കാക്കിയതിൽ വലിയ തോതിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടന്നിരിക്കുന്നു. അത് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയുള്ള ഒരു നീക്കമാണിത് എന്ന നിരീക്ഷണത്തോടു കൂടിയാണ് ഏതാണ്ട് 77 മുസ്ലിം വിഭാഗങ്ങൾക്ക് ഒബിസി സർട്ടിഫിക്കറ്റുകൾ നൽകിയ നടപടി കൊൽക്കത്ത ഹൈക്കോടതി റദ്ദാക്കിയത്. ഇതിനെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാഗതം ചെയ്തത്. അദ്ദേഹം പറഞ്ഞത്, മുസ്ലിം വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുകൊണ്ട് മമതാ ബാനർജി ഒബിസി സർട്ടിഫിക്കറ്റുകൾ തോന്നിയ പോലെ വിതരണം ചെയ്യുന്നു. ഇന്ത്യ മുന്നണിയും മമതാ ബാനർജിയുമൊക്കെ ന്യൂനപക്ഷ പ്രീണനം ഈ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് നടത്തുകയാണ്. അത്തരം ശക്തികൾക്കുള്ള വലിയ തിരിച്ചടിയാണ് കൊൽക്കത്ത ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും കഴിഞ്ഞ ദിവസം ഉണ്ടായ വിധി പ്രസ്താവം എന്നായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ കൊൽക്കത്ത ഹൈക്കോടതി വിധിയുമായി ബന്ധപ്പെട്ടുള്ള ആദ്യ പ്രതികരണം. എന്നാൽ മമതാ ബാനർജി കോടതി വിധിയെ എതിർത്തുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്തു. തെരഞ്ഞെടുപ്പ് റാലി അഭിസംബോധന ചെയ്തുകൊണ്ട് മമത പറഞ്ഞതാണ് ശ്രദ്ധേയം. അതും വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ അല്ലെ? സംവരണം തുടരും, ജുഡീഷ്യറിയെ ബഹുമാനിക്കുന്നുണ്ട്, പക്ഷേ വിധി അംഗീകരിക്കുന്നില്ല, ആവശ്യമെങ്കിൽ മേൽക്കോടതികളെ സമീപിക്കും എന്നുള്ളത്. ലക്ഷ്മി, അത്തരം ഒരു പ്രതികരണമാണ് ഈ കോടതി വിധി വന്നതിന് പിന്നാലെ മമതാ ബാനർജി നടത്തിയത്. ഈ പശ്ചിമ ബംഗാളിൽ മുസ്ലിം വോട്ട് ബാങ്ക് വളരെ നിർണായകമാണ്. ഒന്ന്, മുസ്ലിങ്ങൾ പല മണ്ഡലങ്ങളിലും നിർണായക ശക്തിയാണ് ബംഗാളിൽ. ഇത് കൂടാതെ പശ്ചിമ ബംഗാളിലെ തദ്ദേശീയരായ മുസ്ലിങ്ങളെ കൂടാതെ തന്നെ അയൽ രാജ്യമായ ബംഗ്ലാദേശിൽ നിന്നും ഈ അസാമിലേക്ക് മാത്രമല്ല, നമുക്കറിയാം ത്രിപുര, അതോടൊപ്പം തന്നെ ഈ പശ്ചിമ ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിലേക്കും വ്യാപക അനധികൃത കുടിയേറ്റം ബംഗ്ലാദേശി മുസ്ലിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അനധികൃതമായി പശ്ചിമ ബംഗാളിലേക്ക് കുടിയേറിയ നിരവധി മുസ്ലിങ്ങൾക്ക് വോട്ടർ പട്ടികയിൽ അവരെ ഉൾപ്പെടുത്തുകയും അവർക്ക് ആധാർ കാർഡ് സംഘടിപ്പിച്ച് നൽകുന്നതിലുമൊക്കെ തൃണമൂൽ കോൺഗ്രസ് വലിയ ഉത്സാഹം കാണിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഇത് BJP പലപ്പോഴും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് കോൺഗ്രസ് അടങ്ങുന്ന അല്ലെങ്കിൽ അവിടുത്തെ CPM അടങ്ങുന്ന മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ പോലും ഒരു പരിധിവരെ ഇത് ശരിയാണ് എന്ന് അംഗീകരിക്കേണ്ട സാഹചര്യം അവർക്കും ഉണ്ടായി. CPM പശ്ചിമ ബംഗാളിൽ 37 വർഷം ഭരിക്കുമ്പോൾ അവരും അവിടെ മുസ്ലിങ്ങളെ വോട്ട് ബാങ്കിന് വേണ്ടി ഉപയോഗിച്ചു അല്ലെങ്കിൽ മുസ്ലിം പ്രീണനം നടത്തി എന്നതൊരു വസ്തുതയാണ്. പക്ഷേ അതിപ്പോൾ അവർക്കും തിരിച്ചടിയാകുന്നൊരു സാഹചര്യത്തിൽ ഇപ്പോൾ ഇടതുപക്ഷം പോലും അത് അംഗീകരിക്കുന്നൊരു സാഹചര്യമാണ് ബംഗാളിലുള്ളത്. എന്തായാലും ഈ 77ഓളം വിഭാഗങ്ങളെ ഒബിസിയിൽ ഉൾപ്പെടുത്തിയത് മുസ്ലിങ്ങളെയാണ്. അതിനെ ചോദ്യം ചെയ്താണ് വിവിധ കക്ഷികൾ കോടതികളെ സമീപിച്ചത്. ഏറ്റവും ഒടുവിൽ കോടതിയും അത് റദ്ദാക്കിയിരുന്നു. ഇതിപ്പോൾ ഒരു മാസത്തിനിടയിൽ മമതാ സർക്കാരിന് കൊൽക്കത്ത ഹൈക്കോടതിയിൽ നിന്നും രണ്ടാമത്തെ വലിയൊരു തിരിച്ചടിയാണ് ഉണ്ടാകുന്നത്. കഴിഞ്ഞ മാസം മമതാ സർക്കാർ നടത്തിയ അനധികൃത അധ്യാപക നിയമനം കൊൽക്കത്ത ഹൈക്കോടതി റദ്ദാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പശ്ചിമ ബംഗാളിലെ വിവിധ സെക്കൻഡറി, ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ അധ്യാപകരെ നിയമിച്ചത് അനധികൃതമായിട്ടാണ്. അതായത് എഴുത്ത് പരീക്ഷയും മറ്റും കാര്യമായി നടത്താതെ അധ്യാപകരാകാൻ യോഗ്യതയില്ലാത്ത ആളുകളെ പണം വാങ്ങിയ ശേഷം, കൈക്കൂലി വാങ്ങിയ ശേഷം അവർക്ക് ജോലി തരപ്പെടുത്തി നൽകിയതാണ് കോടതി കണ്ടെത്തുകയും പിന്നീട് അധ്യാപക നിയമനം റദ്ദാക്കുകയും ചെയ്ത സാഹചര്യം ഉണ്ടായത്. അതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം ഈ ഒബിസി സർട്ടിഫിക്കറ്റ് റദ്ദാക്കിക്കൊണ്ട് മറ്റൊരു പ്രഹരം കൂടി. 5 ലക്ഷം ഒബിസി സർട്ടിഫിക്കറ്റുകൾ റദ്ദാക്കേണ്ടി വരുമെന്ന് പറയുമ്പോൾ ക്രമക്കേടിന്റെ ആഴം എത്രത്തോളമാണ് എന്നുള്ളതാണ്. ലക്ഷ്മി, 5 ലക്ഷത്തോളം പേരെ നേരിട്ട് ബാധിക്കുന്നതാണ് കഴിഞ്ഞ ദിവസം വന്നേക്കുന്ന കോടതി വിധി. കോടതി പ്രത്യേകിച്ച് ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്, ഈ നേരത്തെ ഈ ഒബിസി മാർഗത്തിൽ ജോലിയിലും മറ്റും കയറിയിരിക്കുന്ന ആളുകളുടെ ജോലിയും മറ്റും നിലവിൽ റദ്ദാക്കിയിട്ടില്ല. പക്ഷേ നിലവിൽ ഈ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തുകൊണ്ട് ജോലിയിലും മറ്റും പ്രവേശിക്കാതിരിക്കുവാനുള്ള
നടപടിക്രമങ്ങൾ എടുക്കണം എന്ന് കൊൽക്കത്ത ഹൈക്കോടതി പ്രത്യേകിച്ച് ഈ ഒരു വിധി പ്രസ്താവത്തിൽ എടുത്തു പറയുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെയാണ് ഈ കോടതി വിധി പുറത്തു വന്നത് എന്നതാണ് ശ്രദ്ധേയം. ഒരു ഭാഗത്ത് BJP പശ്ചിമ ബംഗാളിൽ കരുത്താർജിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കടുത്ത മത്സരം BJPക്കും തൃണമൂൽ കോൺഗ്രസിനുമിടയിൽ ബംഗാളിൽ നടക്കുകയാണ്. ഒരുപക്ഷെ 30 സീറ്റിനടുത്തേക്ക് BJP ഒരു വലിയ മുന്നേറ്റം പശ്ചിമ ബംഗാളിൽ നടത്തുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. കഴിഞ്ഞ 2019 തന്നെ BJP പശ്ചിമ ബംഗാളിൽ നടത്തിയത് സമാനതകളില്ലാത്തൊരു മുന്നേറ്റമായിരുന്നു. 2014 അവിടെ അസൻസോൾ, ഡാർജിലിംഗ് എന്നീ 2 മണ്ഡലങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്ന BJP 2019 ആകുമ്പോഴേക്കും 18 സീറ്റുകളിലേക്കാണ് അവരുടെ ശക്തി പശ്ചിമ ബംഗാളിൽ വളർന്നത്. അത് തൃണമൂൽ കോൺഗ്രസിൻ്റെ പല കോട്ടകളിലും കാവിപ്പട വിള്ളലുണ്ടാക്കുന്ന ഒരു കാഴ്ച 2019 നമ്മൾ കണ്ടു. പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം BJP അവിടെ നടത്തി. മുഖ്യ പ്രതിപക്ഷമായി വളർന്ന് 74 MLA-മാർ പശ്ചിമ ബംഗാൾ നിയമസഭയിൽ BJPക്കുണ്ടായി. അതിനുശേഷം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 30-ഓളം സീറ്റുകളിൽ BJP ടാർഗറ്റ് ചെയ്തുള്ള പ്രവർത്തനം അവിടെ നടത്തുകയാണ്. അതിനാൽ BJPക്ക് വീണ് കിട്ടിയ ഒരു തെരഞ്ഞെടുപ്പ് വിഷയം കൂടിയാണ് ഇത് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഹിന്ദു വോട്ടുകളെ ഏകീകരിക്കുകയാണ് BJP ബംഗാളിൽ. അത്രത്തോളം ന്യൂനപക്ഷ പ്രീണനം മമതയുടെ കാലത്ത് നടക്കുന്നുവെന്നതാണ് BJPയും ഹൈന്ദവ സംഘടനകളും വർഷങ്ങളായി പശ്ചിമ ബംഗാളിൽ ആരോപിക്കുന്നത്. ഹൈക്കോടതിയുടെ വിധി അത് തന്നെയാണ് ശരിവെക്കുന്നത്. ഗൗതമാണ് വിവരങ്ങൾ നൽകിയത്.